നമസ്കാരം. കരൺ ന്യൂസ് കല്ലൂർക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കാവക്കാട് കാളിയാർ പുഴയുടെ തീരത്ത് ബയോഫാം എന്ന് പറയുന്ന ഒരു ചെറിയ റിസോർട്ട് ഉണ്ട്. ഈ റിസോർട്ട് നടത്തുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ഇതിന്റെ ഏറ്റവും സന്തോഷകരവും അഭിമാനപരവുമായ നിമിഷം എന്ന് പറയുന്നത് കാവക്കാട് എന്ന് പറയുന്ന ശരിക്കും ഗ്രാമപ്രദേശമാണ്. അതിന്റെ മെയിൻ ആയിട്ട് കാവക്കാടിനെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന കാളിയാർപ്പുഴ എന്ന് പറയുന്ന പുഴയാണ്. ഈ പുഴയുടെ തീരത്ത് ഇവിടെ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പുഴയുടെ താഴെയാണ് ഞങ്ങൾ കുളിക്കാൻ വരുന്നത്. ഈ ഭാഗത്താണ് കാളിയാർപ്പുഴയുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും താഴ്ചയുള്ള ഭാഗം. അത് ഭഗവതിക്കടന്നാണ് അറിയപ്പെടുന്നത്. ആ കാലത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി ആരും തന്നെ മുങ്ങിയാൽ എത്താത്ത ഒരു സ്ഥലമാണ് ഈ ഭഗവതിക്കട എന്ന് പറയുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാവക്കാട് ശരിക്കും അതിന്റെ സമീപ പ്രദേശങ്ങളിലും ഉള്ള ആളുകൾ വളർന്നു വന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ റിസോർട്ടും അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് കാളിയാർപ്പുഴ തന്നെ കണ്ട് അവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് മാർട്ടിൻ എന്ന് പറയുന്ന ചേട്ടൻ. ഈ മാർട്ടിൻ ചേട്ടനാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് തന്നെ അഭിമാനകരമായ ഈ റിസോർട്ട് ബയോഫാം എന്ന് പറഞ്ഞ ഈ റിസോർട്ട് തുടങ്ങിയത്. ചേട്ടാ നമസ്കാരം. കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ ഇത്രയും നാള് കൂടി ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടുകഴിയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. ഈ പ്രദേശം ആകെ മാറിയെന്ന് തോന്നി. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ തന്നെ ആദ്യം ഒരു നന്ദിയോടുകൂടി നമുക്ക് തുടങ്ങാം. അപ്പൊ എത്ര കാലമായി ഇവിടെ വന്ന് തുടങ്ങിയിട്ട്? ഞാനിവിടെ സ്ഥലം മേടിച്ചിട്ടൊരു 12 കൊല്ലായി. അതെ അല്ലെ? ഇത് വന്ന് 10 കൊല്ലം വീടായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീടാണ്. പിന്നെ ഇതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഇതൊരു Airbnb കൊടുത്തു നോക്കി. അപ്പൊ നല്ല റേറ്റിംഗും നല്ല റിവ്യൂ ഒക്കെ കിട്ടി. അപ്പൊ പിന്നെ ഇപ്പൊ വീട് വെച്ച് വേറെ മാറിയിട്ട് ഫുള്ളായിട്ട് കൊടുക്കാൻ തുടങ്ങിയല്ലേ? അതെ. ആളുകളൊക്കെ വരുന്നുണ്ടോ? നന്നായിട്ട് വരുന്നു. അതെ. അറിഞ്ഞു കേട്ട് IT പിള്ളേരും ബാങ്കുകാരും ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. ബോംബെയിലും ഡൽഹിയിലും. അപ്പം ഇവിടെ വന്നിട്ട് എന്താ പറയാ, ഈ വീട് വെച്ച് താമസം തുടങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ ചുറ്റുപാടും ഒക്കെ ആയിട്ട് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഇത് റിസോർട്ട് ബയോഫാം എന്ന് പറഞ്ഞ റിസോർട്ടായിട്ട് ഇതള്ളിയിരിക്കുന്നത് പറയാം അല്ലെ? അത് ഇവിടെ വിജയിക്കുന്ന തോന്നലൊന്നുമില്ലായിരുന്നു. തനി ഓൾമോസ്റ്റ് ഒരു ഗ്രാമമാണുള്ളത്. ഗ്രാമം. യാത്രാ സൗകര്യം കുറവാണ്. പിന്നെ എന്റെ ഒരു ഐഡിയയില് യാത്രാ സൗകര്യം കുറവുള്ള വലിയ ടൗൺ എല്ലാ സ്ഥലത്തും ക്ലിക്ക് ചെയ്യുന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് കറക്റ്റുമാണ്. അല്ല, ടൗണിലുള്ള ആളുകൾ ഏകദേശം അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രാമപ്രദേശത്ത് വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആണ് എല്ലാവരും. അത് നമ്മൾ തന്നെ എങ്ങനെയാണ് ജോലിയുടെ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയാൻ വേണ്ടി ഇങ്ങനെ ഗ്രാമപ്രദേശം വന്നാണ് നമ്മൾ സാധാരണ താമസിക്കാറുള്ളത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പുഴയുടെ തന്നെ 1 കിലോമീറ്റർ നമുക്ക് വ്യൂ കിട്ടും. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 അടി പൊക്കത്തിലാണ് ഈ ബയോഫാം നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരെ ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഓൾമോസ്റ്റ് ഇവിടെ വെള്ളം കയറി വരുന്ന സ്ഥലമല്ലേ? കെട്ടിയെടുത്ത് എങ്ങനെയാ? കല്ലുപയോഗിച്ചിട്ടാണ് ഇവിടെ കെട്ടിയിട്ട് താഴെയൊക്കെ നല്ല പാറയുള്ള കൂടുതലും മണ്ണാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സൈഡിൽ കൂടെ നടക്കാനൊക്കെയുള്ള ഇതായിട്ട് അത് വെച്ചിട്ടില്ല. പറഞ്ഞ ഇവിടം വരെ നടക്കുന്നവരുടെ ഉള്ളൂ. അതൊരു വേണ്ടി മാത്രമാണ്. അപ്പം പുല്ലൊക്കെ നമ്മള് പിടിപ്പിച്ചെടുത്ത ഇതിന്റെ എന്തെങ്കിലും ഷേപ്പ് മാറ്റിയായിരുന്നോ? അതായത് ഇങ്ങനെ തന്നെ ചെരിഞ്ഞിട്ടാണോ? ഇത് ഒത്തിരി ലാൻഡ്സ്കേപ്പ് ചെയ്തതാണ്. അതൊന്നും കൊള്ളില്ല സ്ഥലം. നിങ്ങളിപ്പോ ചെറുപ്പത്തിലൊക്കെ അതിന്ന് റബ്ബർ തോട്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കല്ലും അതിന്റെ കുഴിയൊക്കെ ആയിരുന്നു. ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പം വേറെ എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ടാണ്? ഇല്ല. ഇടുക്കിയിലായിരുന്നു വീട്. പിന്നെ ഇങ്ങോട്ട് പയ്യെ താമസം മാറ്റി. പ്രദേശത്ത് ഇങ്ങനെ ആദ്യം വിജയിക്കുമോ എന്നൊരു സംശയത്തിന്റെ പുറത്താണ് തുടങ്ങിയത്. പക്ഷെ എങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് അതിന്റെ വരുമാന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്റ്റാഫുണ്ട്. അതെങ്ങനെയാ അവരെ എടുക്കുന്നത്? വീക്കിലി ആണോ ഡെയിലി ആണ് എടുക്കുന്നത്?
അപ്പം നമ്മൾ ഇങ്ങനെ ഗസ്റ്റ് വന്നെടുക്കുമ്പോ എങ്ങനെയാണ് ഫുഡ് ഇൻക്ലൂഡിങ് ഫുഡ് ആണോ അതെയോ നമ്മൾ ഇൻക്ലൂഡിങ് ഫുഡ് അല്ല, ഞങ്ങൾക്കൊരു ഫുൾ കിച്ചൺ ഉണ്ട്, ആ. എല്ലാ സൗകര്യവും ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, എല്ലാ സാധനവും. അപ്പൊ അവർക്ക് വേണേൽ കുക്ക് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനിൽ വരുത്താം, സ്വിഗ്ഗിയൊക്കെ വരും ഇവിടെ. പിന്നെ ഈ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ഇത് ചെറിയ ഇവിടെ കാവക്കാട് അവരൊക്കെ ഡെലിവറി കൊടുക്കും ഇവിടെ. പിന്നെ നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ആളുടെ സൗകര്യം ഇല്ല, നമ്മൾ കെയർടേക്കർ ഉണ്ട്. കെയർടേക്കറിന് വേണമെങ്കിൽ സഹായിക്കും. നിർമ്മിതി എന്ന് പറയുന്നത് ഒരു പഴയ തറവാടിന്റെ കീഴിലാണ് അല്ലെ? അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്താ ഉപയോഗിച്ചേക്കുന്നത്? മെറ്റീരിയൽ വെച്ചാൽ ഈ ഭിത്തി വിട്ടുകല്ല് ചെയ്തിട്ട് അവിടെ ടൈല് ഒട്ടിക്കുകയാണ്, മണ്ണിന്റെ ടൈൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു പഴയ ലുക്ക് ശരിക്കും ഫ്രണ്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എന്റെ മോന്റെ ഒരു ഡിസൈൻ ആണ് യഥാർത്ഥത്തിൽ. അപ്പൊ 4 വർഷം വരാന്ത വേണമെന്ന് പറയും. 4 വർഷം വരാന്തയാണ്. എനിക്ക് വീടിന്റെ 65% വരാന്ത. സാധാരണ അഫോർഡ് ചെയ്യാൻ പറ്റില്ല ആർക്കും. ഏരിയ വെറുതെ പോകുന്നു. വെറുതെ അല്ല, നല്ലതാണ്. അതുകൊണ്ട് ചൂട് കുറവുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കളിക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടെ കിട്ടുന്നു. വലിയൊരു വീടിനോട് താല്പര്യമില്ലായിരുന്നു. പിള്ളേരൊക്കെ വല്ലപ്പോഴും തന്നെ പിള്ളേർക്ക് വേണ്ടി ഓരോ റൂം ഉണ്ടാക്കിയിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 2 റൂം കൊണ്ട് ഒരു വീടുണ്ടാക്കി. അപ്പൊ നമ്മള് ഇപ്പം ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ ആയിട്ട് അങ്ങനെ തന്നെ കൊടുക്കും. കംപ്ലീറ്റ് ഹൗസ് കൊടുക്കുള്ളൂ. ഒരു ടീമിനെ കൊടുക്കുള്ളൂ. ഒരു ടീം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന ഒരു ടീമിന് ഈ ഹൗസ് കംപ്ലീറ്റ്. ഇപ്പൊ സാധാരണ നമ്മളെങ്ങനെയാണ് ഇവിടെ ആഴ്ചയിലാണോ നമ്മള് കൂടുതലും വീക്കെൻഡ് വരുന്നത് അല്ലേ? വീക്കെൻഡ് കൂടുതൽ. പിന്നെ ചെറിയ ഫംഗ്ഷൻ ഒക്കെ വരും. ഇന്നാള് ഒരു ഇവന്റ് കല്യാണം വന്നായിരുന്നു, ഡെസ്റ്റിനേഷൻ മാരേജ്. പിന്നെ അങ്ങനെ വേറെ ഇപ്പൊ ഒരു 2 കല്യാണം അടുത്ത മാസം, അതിന് 2 മാസമുണ്ട്. പിന്നെ ഈ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ, പിന്നെ ഈ ഓണത്തിന്റെ ആഘോഷങ്ങൾ, ഈ കമ്പനിക്കാരൊക്കെ ഓണം സെലിബ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള വന്നിട്ട് അവര് കുറെ ആളുകൾ 10, 40, 50 പേര് വന്നിട്ട് അവര് കുറെ ഓണാണെങ്കിൽ ഓണസദ്യ ഒക്കെ വരാണ്ടിരുന്ന് കഴിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മളൊക്കെ സിനിമയിലൊക്കെ ടിവിയിലൊക്കെ കാണുന്ന അവർ ചിലപ്പോൾ ഷൂട്ടൊക്കെ ചെയ്ത് പ്രൊമോഷന് വേണ്ടി പ്രൊമോഷൻകാർ വരാറുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ പാർട്ടി വന്നിട്ട് കഥകളിയോ കട്ടഞ്ഞില്ലല്ലോ, പിന്നെ ഇത് ഓണത്തപ്പനും അതൊക്കെ അത് അവര് ഷൂട്ടിന് വേണ്ടി വന്ന ഈ ഫാഷൻ ഡിസൈനേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പൊ മാർട്ടിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഏകദേശം 50% വരാന്തയും പിന്നെ അതിനോടനുബന്ധിച്ച് ചുറ്റുപാടുകളും മിറ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ കെട്ടിടത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനസ്സിന് ഒരിത് കൊടുക്കുന്ന സ്പേസ് ആണ്. മനസ്സിന്റെ വിശാലത പോലെ തന്നെ ചുറ്റുപാടും ഇങ്ങനെ സ്പേസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് അതിന്റെ ചുറ്റുപാടും ഒക്കെ ഓടിക്കളിച്ച് നമുക്ക് നടക്കാം എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഏരിയ ഉണ്ട്. ഇവിടെ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല സ്പെൻഡ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമയും ഇവിടെ വരാനുള്ള ഒരു ആഗ്രഹവും നമുക്ക് തോന്നും. ബയോഫാം ഹോം സ്റ്റേ പോലെ തന്നെയാണ്. ആ ബയോഫാം എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ മറ്റുള്ള ആ റിസോർട്ട് അല്ലെങ്കിൽ ഈ ഹോം സ്റ്റേയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിറച്ച് പഴവർഗ്ഗങ്ങൾ, ചെടികളും അതിനോടനുബന്ധിച്ച സസ്യജാലങ്ങളുമാണ്. ഇവിടെ ഏതൊക്കെ സൈസിലുള്ള പഴച്ചെടികളൊക്കെ ഉണ്ട്? ഞങ്ങളൊരു 10-200 വെറൈറ്റി മരങ്ങളുണ്ട്. എല്ലാം ഓരോന്നൊക്കെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതല്ല, വിൽക്കാനൊന്നുമല്ല. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇപ്പൊ ആൽവർഗം 4 ആല്, അരയാല്, പേരാല്, അത്യാല്, ഇത്യാലുണ്ട്. നാഗമരം, ഏലഞ്ഞി, പിന്നെ മരമുല്ല, പിന്നെ നാഗലിംഗമരം, പിന്നെ രുദ്രാക്ഷ മരം. രുദ്രാക്ഷ ഇവിടെ കാച്ചും. അതല്ലേ? അത് നമ്മുടെ ഈ ശരിക്കുള്ള രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം. അതിന്റെ തൈ എവിടുന്ന അപ്പൊ കിട്ടിയേ? അത് ഏതോ നഴ്സറിന്ന് ഓർക്കുന്നില്ല. ഒത്തിരി നഴ്സറി പഞ്ചായത്ത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഏതാണ്ട് ഒരു 150 സൈസും ചെടികളുണ്ട്. എല്ലാം ഓരോന്നും ഉണ്ട്, വിൽക്കാനോ വാങ്ങാനോ അങ്ങനൊന്നുമില്ല. പിന്നെ കുറച്ച് മാവ്, കുറച്ച് പ്ലാവ്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള ഒരു നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഇതെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഈ
രുദ്രാക്ഷമരം അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ളൂ. ഇവിടെ രുദ്രാക്ഷം കാച്ചു എന്നാണ് പറയുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ ആലച്ചെടികളൊക്കെ ഉള്ളതുകൊണ്ട്, മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു എയറിന്റെ ഫ്രഷ്നെസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കൊരു പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പഴവർഗ്ഗങ്ങള് ധാരാളം ഉള്ളതുകൊണ്ട് ഒത്തിരി ബേർഡ്സ് വരും. കിളികളൊക്കെ ഒത്തിരി അതിന്റെ ഒരു ഒച്ച കേൾക്കാൻ കാക്കയൊക്കെ അല്ലാതെ തന്നെ ഇപ്പൊ ഇത് ഈ കഴിക്കുന്ന കിളിഞ്ഞാവൽ എന്നൊക്കെ പറഞ്ഞാണ് അതിന് വേണ്ടിയുള്ള പഴങ്ങൾ അതൊക്കെ. അപ്പൊ രാവിലെ ഒക്കെ ഒത്തിരി കിളികൾ വരും. അത് തന്നെ ഒരു കൗതുക കാഴ്ചയാണ് കാലത്ത്. ഞങ്ങളിവിടെ രാസവളോ മറ്റേ ഇതൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്രഷ്നെസ്, അതായത് എയറിനും മണ്ണിനും എല്ലാം ഒരു ബയോഫാമിന്റെ എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് കുറെ നമ്മുടെ നാട്ടിലില്ലാത്ത കുറെ പഴവർഗ്ഗ ചെടികളുണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം. ഇത് എന്ത് സൈസ് ചെടിയാട്ടെ? ഇതിന്റെ പേര് സോപ്പും കായ. സോപ്പും കായ അത് തന്നെ പണ്ട് കാലത്ത് സോപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ കാ പതിപ്പിച്ചായിരുന്നു ആളുടെ തുണിയെ ചലിച്ചുണ്ട്. നന്നായിട്ട് പതഞ്ഞു വരും. സോപ്പ് പോലെ തന്നെ വരും, അഴുക്കും പോകും. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഇതിന്റെ തൈ എവിടെ നിന്ന് കിട്ടിയേ? അത് ഏതോ നഴ്സറിയിൽ വാങ്ങിച്ചാ, ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഇല ഇപ്പൊ ഇടയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പതിഞ്ഞു വരുമോ? ഇല പിടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കായ ഇതല്ലേ? കായാണ്. മണോ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒരു നീണ്ട ഇല. ഇതിങ്ങനെ പതഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ആദ്യകാലത്തെ സോപ്പ് കൊലയായിട്ട് ഇങ്ങനെ കുറെ കായ ഉണ്ടാവും. പിഴമല്ലി എന്ന് പറയുന്ന ചെടി, ഇതിപ്പോ ഈ മഴയുടെ കൂടൽ കൊണ്ട് അത് വിട്ടുപോയതുണ്ട്. ഇതിന്റെ ആ ഞെട്ടിലെ ചെറിയൊരു കളർ വേരിയേഷനോട് കൂടി ഇത് രാത്രിയാണ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. രാവിലെ പൊഴിഞ്ഞു പോകും. പക്ഷെ ഇതിന്റെ മണം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഇവിടെ പ്രദേശത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എന്നെ ചുറ്റിപ്പറ്റി നല്ല സ്മെല്ല് ഉള്ള ഒരു പൂവാണിത്. കൂവളം നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ള ഒരു ചെടിയാണ്. അമ്പലത്തിൽ പൂജയ്ക്ക്, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂവളത്തിന്റെ ഇല. മലബാർ ചെസ്നട്ട് എന്ന് ഈ ചേട്ടൻ പറഞ്ഞത്. ഇത് നമ്മുടെ നാട്ടിൽ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ, മലബാർ ചെസ്നട്ട്. ഇത് പഴുക്കുമ്പോൾ ഇത് ഇങ്ങനെ പറിച്ചല്ല, നമ്മളത് ബ്രേക്ക് ചെയ്ത് കിട്ടില്ല. ഇത് പൊട്ടിയിട്ട് താഴെ വീഴുമ്പം ഇത് അതിങ്ങനെ നമ്മൾ ഈ കശുവണ്ടിയൊക്കെ മുളച്ചു വരുമ്പോൾ, നിലത്ത് കിടന്ന് മുളച്ചു വരുമ്പം അങ്ങനെ ഒരു വെള്ള ഭാഗത്തോടു കൂടി മുളച്ചു വരുമ്പോൾ ആ ഭാഗമാണ് തിന്നുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞാനത് കഴിച്ചു നോക്കിയായിരുന്നു. പക്ഷേ അത് കശുവണ്ടിയുടെ ടേസ്റ്റ് ആണ് എങ്കിൽ പോലും എനിക്കത് ഫീൽ ചെയ്ത് നമ്മുടെ നാട്ടിലിങ്ങനെ കാട്ടുചെടിയായിട്ട് ഇങ്ങനെ വള്ളിച്ചെടിയായിട്ട് വളർന്നു വരുന്ന കരിയൽക്ക എന്ന് പറയുന്ന, അത് പഴുക്കുമ്പോൾ ഒരു റെഡ് പോലെ നല്ല പ്യുവർ റെഡ് ആയിട്ട് വരുന്ന ഒരു കരിയൽക്കായുടെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഈ മരമാണ് മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ചില ചെടിയായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ ഈ ഭാഗം ഗ്രീനും ഈ ഭാഗം ഒരു മണ്ണിന്റെ കളർ പോലെയുള്ള ഒരു ഇതാണ്. ഇത് അതിനകത്ത് കണ്ടോ, അത് മുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ കാച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് അതങ്ങനെ കാ പിടിക്കാതെ ശരിയായില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. അതാണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ എല്ലാം ഫേവറേറ്റ് പഴമായ അവകാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് ഇതാണ്. ഇത് ഇപ്പം ഇതിനകത്ത് ഫ്രൂട്ട് ഇല്ല, പക്ഷേ എങ്കിലും ഈ സീസണിൽ ഇത് നന്നായിട്ട് കാച്ചു എന്നാണ് ഈ മാട്ടിൻചേട്ടൻ നമ്മളോട് പറഞ്ഞത്. എന്ത് പഴം? നോനിപ്പഴം. വലിയ ഔഷധമാണ് ചില രാജ്യങ്ങളിൽ എല്ലാവരും. പക്ഷെ അത് പഴുത്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര മണം അന്തരീക്ഷം ഇല്ല, തൊട്ടാൽ മാത്രം. പിന്നെ പക്ഷെ ടേസ്റ്റ് പുളിയാണോ മധുരമാണോ എന്താ? കുഴമ്പിന്റെ ടേസ്റ്റാ. രണ്ടും അല്ലാത്ത സിറപ്പ്. അത് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടാൻ നല്ല വിലയാണ്. നോനിപ്പഴം, നോനി സിറപ്പ്. ഈ ഡൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡൈ ഉപയോഗിക്കുന്നു. ഡൈക്ക് അതെങ്ങനെയാ സംസ്കരിച്ചാണോ? ആയിരിക്കുമല്ലോ. അതെ അല്ല, ഉള്ള കാറ്റും കാറ്റിന്റെ ശബ്ദവും എല്ലാം മനസ്സിന് വളരെ ഇതുണ്ട്. പിന്നെ ചേട്ടന്റെ ഒരു പുതുമ വരുത്തലിന്റെ ഭാഗമായിട്ട് ആ ചേട്ടൻ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഏകദേശം അടുത്ത് തന്നെ അതിന്റെ വർക്ക് തുടങ്ങുന്നതാണ് മാട്ടിൻ ചേട്ടൻ പറഞ്ഞത്. ഇവിടെയാണ് കുളിക്കടവുള്ളത്. ഈ കുളിക്കടവിന്റെ ഇവിടെ നിന്ന് കയറി വരാൻ വേണ്ടി അത് വളരെ സേഫ് ആയിട്ട് തന്നെ ഇവിടെ ഹാൻഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മുകളിൽ കയറി വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് പുഴയുടെ ആ വെള്ളം ഒഴുകുന്ന സൗണ്ട്, കിളികളുടെ സൗണ്ട്,
എയർ ഫ്രഷ്നെസ്, അതെല്ലാം നമുക്ക് ഇവിടെ നൽകുന്നു. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അങ്ങ് മനസ്സ് അങ്ങ് ശാന്തമായിട്ട് നമ്മൾ പെട്ടെന്ന് വേറൊരു, അതായത് നമ്മുടെ തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഈ ഫാമിലേക്ക് നമ്മൾ ഒതുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാളിയാർ പുഴയുടെ തീരത്ത് ഇത്രയും മനോഹരമായിട്ടൊരു റിസോർട്ട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫ്രഷ് ആവും, പെട്ടെന്ന് നമ്മുടെ എല്ലാ ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറും. പിന്നെ ഇതിന്റെ ഈ റിസോർട്ടിന്റെ അകമ്പടിയായിട്ട് കാളിയാർ പുഴ ഒഴുകുന്നു. പിന്നെ പലതരം ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും, കിളികളുടെ പാട്ട്, അങ്ങനെ നമുക്ക് എന്താ പറയാ, ഞാൻ സന്ദർശിച്ചിട്ടുള്ള, അതായത് പോയിട്ടുള്ള ഒരു റിസോർട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ റിസോർട്ടിന്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അത് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 ഏക്കറിലും പിന്നീട് അതിന്റെ കുറെ പ്രോപ്പർട്ടിയാണ് മുകളിലോട്ടുള്ള. മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അതിലുപരി അതായത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ബയോഫാം എന്ന് പറയുന്ന മാർട്ടിൻ ചേട്ടന് ഒരു ആ ചേട്ടന്റെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ആ സന്തോഷത്തോടു കൂടിയുള്ള, ചിരിയോടു കൂടിയുള്ള സംസാരവും ആ ചേട്ടന്റെ എനർജിയും ഏതാണെങ്കിലും ഈ ഫാമിന് ഒരു പുതിയ ഉണർവും, അതിലുപരി ഈ ഞങ്ങളുടെ നാട്ടിൽ വന്നിങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ആ ചേട്ടനോട് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.